ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിറ്റ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KM ഷാജി അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഭക്ഷ്യ കിറ്റ് നമ്മൾ കൊടുത്തു വരുന്നതാണ്. ഓണമായതുകൊണ്ട് ഓണത്തിന് മുമ്പ് കൊടുക്കണമെന്നുള്ളൊരു വിചാരത്തിലാണ് ഇന്നിവിടെ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. കേരളത്തിലെ കണ്ടെത്തിയ അതിദരിദ്ര കുടുംബങ്ങളെല്ലാം അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തി നേടിയതായി നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ല അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഭക്ഷണം വേണ്ട ആളുകൾക്ക് ഭക്ഷണവും മരുന്ന് വേണ്ട ആളുകൾക്ക് മരുന്നും തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുക എന്നാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു വരുന്നുണ്ട്. പ്രാവശ്യം ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ളതായതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ കിറ്റുകളെല്ലാം റെഡിയായിട്ടുണ്ട്. ആ കിറ്റുകൾ വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ ഭംഗിയായ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, UI and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.